ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ കൃഷിയിടങ്ങളിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായി. വെട്ടുകിളി ശല്യം രൂക്ഷമായ കൊന്നത്തടി പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി. ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിലെ കുരുമുളക്, ഏലം, കൊക്കോ, പച്ചക്കറികൾ എന്നിവയുടെ ഇലകളാണ് വെട്ടുകിളികൾ തിന്നു തീർക്കുന്നത്. നാണ്യവിളകളും ഭക്ഷ്യവിളകളും വെട്ടുകിളികൾ കൂട്ടത്തോടെ എത്തി തിന്നു നശിപ്പിക്കുകയാണ്. കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടി, ഇരുമലക്കപ്പ്, തെള്ളിത്തോട് മേഖലകളിലാണ് വെട്ടുകിളി ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇവയുടെ ശല്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് കർഷകരെ പ്രതിസന്ധിയിലാക്കും. അത് നമ്മളുടെ ഈ മേഖല മാത്രമല്ല, ഒരു 10-15 ഹെക്ടർ സ്ഥലത്തോളം ഇത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇണ ചേരുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. അത് കൂട്ടത്തോടെ മൊത്തം നിലത്തൊഴിയെല്ലാം മണ്ണിൽ വന്നിങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്ന കാണാം. അവർ എല്ലാ വിളകളും നശിപ്പിക്കണം. കൂടുതലായിട്ട് ഏലമാണ്. ഏലത്തിന് നമ്മൾ മരുന്നടിക്കുമ്പോൾ ഒരു കുറച്ചൊക്കെ കുറയുന്നു. അത് നമ്മളെ കൊണ്ട് തന്നെ ഇപ്പോൾ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഒരു സഹായ കേന്ദ്രത്തിൻ്റെ അടുത്തു നിന്നോ കേരളത്തിൽ നിന്നോ ഞങ്ങൾക്ക് കൈമാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇത്തവണ പ്രത്യേകിച്ച് തേക്കൻ തോട്ടങ്ങളുടെ അടുത്തുള്ള ബഹുവിള കൃഷിയിടങ്ങളിലാണ് ഇതിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമെന്ന് പറഞ്ഞാൽ ഈ വെട്ടുകിളികൾ ഇപ്പോൾ തേക്കിൽ നിന്നും താഴെ ഇറങ്ങി വിളകൾ തിന്ന് മുട്ടയിടാൻ തയ്യാറായി മണ്ണിലേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ മുട്ടയിടുന്ന സമയത്ത് തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്കോ വേപ്പെണ്ണയോ തളിച്ചു കൊടുത്ത് ഇവരെ ഓട്ടിക്കാം. ഇല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം മിത്രനിമാവര അടങ്ങിയ കടാവറുകൾ മണ്ണിൽ ചേർത്ത് കൊടുത്ത് മിത്രനിമാവരയുടെ സഹായത്തോടു കൂടി ഇവയെ കൊല്ലാം. ഇല്ലെങ്കിൽ രാസകീടനാശിനി ഉപയോഗിച്ചാൽ കൊല്ലേണ്ടി വരും അവസാനം. കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ഗവാസ് രാഗേഷ്, കേന്ദ്ര കീട നിയന്ത്രണ സംയോജന കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ ടോം ചെറിയാൻ, കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷിയിടങ്ങൾ സന്ദർശിച്ചത്. കനത്ത വേനലിനെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് പിന്നാലെ വെട്ടുകിളി ശല്യം കൂടി വിനയാകുമോയെന്ന ആശങ്കയിലാണിപ്പോൾ കർഷകർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.